നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ 4ാമത് പകൽ വീടിന്റെ മീറ്റിംഗ് ചൊവ്വാഴ്ച 4 മണിക്ക് നടത്തുകയുണ്ടായി. എല്ലാ ചൊവ്വാഴ്ചകളിലും വീടുകളിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന അച്ഛനമ്മമാർ ഇവിടെ വരികയും വൈകുന്നേരത്തെ ചായയ്ക്ക് ശേഷം ക്ലാസും പലതരത്തിലുള്ള ആക്ടിവിറ്റികളിലും ഏർപ്പെടുന്നു. ഇന്നത്തെ ക്ലാസ് പ്രകൃതി ചികിത്സാ വിദഗ്ധൻ കെ ജോൺസൺ ആയൂരിന്റെ നേതൃത്വത്തിൽ ആഹാര രീതിയും ആരോഗ്യ പരിപാലനവും എന്ന വിഷയത്തിൽ നടന്നു. ജാതിമത ഭേദമന്യേ 75 പേരോളം പങ്കെടുക്കുന്ന ഈ പകൽ വീട് രാത്രിയിലെ അത്താഴത്തോടെ ആ ദിവസത്തിന് സമാപനം കുറിക്കുന്നു. ഞങ്ങൾ പതിവുപോലെ ഈ ആഴ്ചയിലും ഇതേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുവാൻ നിന്റെ വലിയ കൃപ ലഭിച്ചതിന് സ്തോത്രം ചെയ്യുന്നതാണ്. ഞങ്ങളിന്ന് ഇന്നത്തെ കൂടിവരവ് ഏറ്റവും അനുഗ്രഹകരമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വന്നിരിക്കുന്ന ഏവരെയും സമർപ്പിക്കുന്നു. ശാരീരികമായും മാനസികമായും പ്രയാസങ്ങള്, വേദനകള്, ദുഃഖങ്ങൾ കാണും. എന്നാൽ ഈ അല്പസമയം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുന്നത് ഒന്നും അറിയാതെ ഞങ്ങൾ സുഖം പ്രാപിച്ച് സന്തോഷത്തിന്റെ ലഭ്യതയിൽ ആത്മാവിൽ സുഖം പ്രാപിച്ച് ഭവനത്തിലേക്ക് മടങ്ങുവാൻ കർത്താവേ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ സെഷന്റെ അധ്യക്ഷത ബഹുമാനപ്പെട്ട ശുഭസമയത്തിൽ നമ്മുടെ റിസോഴ്സ് പേഴ്സണ് ഡോക്ടർ ജോൺസൺ, വൈസ് ട്രഷറർ ശ്രീ ജോർജ് പണിക്കർ, ഇത് വീട്ടിൽ പങ്കെടുക്കുന്ന എല്ലാ സ്നേഹിതരും. ഇവിടെ പകൽ വീടിൻ്റെ 4ാമത്തെ മീറ്റിംഗാണ് ഇന്ന് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 1ാമത്തെ മീറ്റിംഗ് നമ്മൾ ഒരു മെഡിക്കൽ കെയർ മീറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. 2ാമത്തെ മീറ്റിംഗ് ഒരു ആയുർവേദത്തിൻ്റെ ഒരു ക്ലാസ്സായിരുന്നു. 3ാമത്തെ മീറ്റിംഗ് യോഗയെ പറ്റിയുള്ള കായികമായ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിരുന്നു. ഇന്ന് 4ാമത്തെ മീറ്റിംഗ്. ഇന്നത്തെ മീറ്റിംഗ് പ്രധാനമായിട്ട് നമ്മൾ നേച്ചുറോപ്പതിയെ പറ്റിയുള്ള ആരോഗ്യ പരിപാലനം, ആഹാര രീതികളൊക്കെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് കഴിയുന്നത്. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ അധ്യക്ഷത അലങ്കരിക്കാൻ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സൂപ്പർ സഭയാണ്. അച്ഛനാണ് ശരിക്കും ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രസിഡന്റും എല്ലാ കാര്യങ്ങളിലും അച്ഛനെ ചെയ്തിരിക്കുന്നു. നമ്മളെ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വളരെ വൃത്തിയായിട്ടുള്ളതും റെഡികളായിട്ടുള്ള പ്രോഗ്രാം റെഡിയിലൊക്കെ തന്നെ സമയം കണ്ടെത്തി എല്ലാ ക്രമീകരണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ഹാർദമായിട്ട് തന്നെ മീറ്റിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റിസോഴ്സ് പേഴ്സണായിട്ട് നമുക്കിവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസൺ അയ്യൂർ. അദ്ദേഹം ഈ നേച്ചുറോപ്പതി രംഗത്ത് ക്ലിനിക്ക് നടത്തിയുള്ള വ്യക്തിയാണ്. വിശ്വാസ നേച്ചുറോപ്പതി ക്ലിനിക്കാണ്. ഈ മേഖലയിൽ വളരെയധികം പ്രായോഗികമായ പരിജ്ഞാനമുള്ള വ്യക്തിയാണ് ഡോക്ടർ ജോൺസൺ. നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായിട്ട് അത് ക്ലാസ് എടുക്കാനും അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ആരോഗ്യ പരിപാലനം, പ്രായമുള്ള ഭക്ഷണ രീതികളെ, ജീവിത രീതികളൊക്കെ തന്നെ ഒത്തിരി പ്രായങ്ങൾ നമുക്ക് എല്ലാവരും തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളാൽ ബാധിതരായിട്ടാണ്. ഡയബറ്റിക്, കൊളസ്ട്രോള് തുടങ്ങി കാർഡിയാക്കായിട്ടുള്ള പല ന്യൂറോളജി റിലേറ്റഡ് പല ഇഷ്യൂസുള്ള ആൾക്കാരുണ്ട്. മറ്റു പല അസുഖങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതികളെ, ജീവിത രീതികളൊക്കെ ആണെന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. എന്നാൽ അതിന് ക്രമീകരണം ഉണ്ടാകാൻ അതിനെപ്പറ്റി കൂടുതൽ അധികാരികമായിട്ട് മനസ്സിലാക്കുന്നതിന് ക്ലാസ് എടുക്കുന്നതിനുള്ള ഡോക്ടർ ജോൺസൺ സാർ നമ്മളോട് ഇവിടെ സണ്ണി സാർ, പണിക്കർ സാർ, ഈ കുടിവരവിൽ കടന്നുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹമുണ്ട്. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. സാറ് പറഞ്ഞതില്ലാത്ത ഒരു തിരുത്തി അമ്മയുണ്ട്. നമ്മളെല്ലാം പ്രായമുള്ളവരാണ് പറയുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒക്കുമല്ലോ? ഒക്കത്തില്ല. പ്രായമില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? ശരീരത്തിന് പ്രായമുണ്ടെങ്കിലും മനസ്സിന് പ്രായമില്ലാത്തവരായിട്ടാണ് നമ്മളെല്ലാവരും. പ്രായമുള്ളവരാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാൻ 100 കാരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും, പ്രത്യേകിച്ച് പുതുതായിട്ട് വന്നവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാർ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇന്നത്തെ മീറ്റിംഗ് വേണ്ടാന്ന് വിചാരിച്ചെന്നാൽ ആളുകൾ താല്പര്യപൂർവ്വം പറഞ്ഞു. കുറേ ആളുകൾ യാത്രയിലാണ്, വിവിധ സ്ഥലങ്ങളിൽ യാത്രയിലുള്ളവരുണ്ട്. അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു.
പ്രിയപ്പെട്ട KK ജോൺസൺ, കാക്കുറുമ്പിൽ ജോൺസൺ ആണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ വളരെ സ്നേഹിതരാണ്. എന്നേക്കാൾ ഞങ്ങൾ രണ്ടുപേരും ഒരു കുടുംബാംഗങ്ങളാണ്. അയ്യൂർ കുടുംബാംഗങ്ങളാണ്. ആ തരത്തിലുള്ള ബന്ധമുണ്ട്. കൂടാതെ നമ്മുടെ അയ്യൂർ കർമ്മയിൽ മാർത്തോമ മന്ദിരം, നമ്മുടെ മന്ദിരം പോലെ നമ്മളെക്കാൾ പഴയൊരു മന്ദിരമാണ്. ആ മന്ദിരത്തിലെ പ്രവർത്തന ദീർഘനാളുകൾ പ്രവർത്തിച്ച ആളാണ്. തെല്ലൂരിലുള്ള MCRDയുടെ സെക്രട്ടറി ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിലപ്പുറമായി പ്രവർത്തിക്കുന്നു. സഭയുടെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ പ്രിയപ്പെട്ട ദാസന്റെ ശുശ്രൂഷകളുണ്ട്. നടിയിലുള്ള ചൈതന്യ എന്ന് പറയുന്ന പ്രകൃതി ചികിത്സാ കേന്ദ്രം, അവിടെ കിടത്തി ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ദീർഘനാളുകൾ ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ സ്വന്തമായി വീട്ടിലിരിക്കാൻ റാന്നിയിലുണ്ട്. ഈ സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ആദ്യം ഓർത്തത് ജോൺസന്റെ തന്നെയാണ്. ഞാൻ പറഞ്ഞു താല്പര്യമുള്ള ഒരു സമയത്ത് വന്നു. വിശാൽ മകനോട് ചേർന്ന് വന്നിരിക്കുന്നു. മകനും മരുമോളും രണ്ടുപേരും ഫിസിയോതെറാപ്പിസ്റ്റുകളാണ്. അവരും ഈ സ്ഥലത്തൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു. അമ്മാമ അവിടെ പഞ്ചായത്ത് മെമ്പറെ പ്രസിഡന്റൊക്കെ വളരെ ഊർജ്ജസ്വതയോടെ കുടുംബമായി അവർ പ്രവർത്തിക്കുന്നവരാണ്. ഇത് നമുക്ക് വളരെ പ്രായോഗികമായി ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള അവസരം ലഭിക്കും. ഞാൻ ഇത് സംഭവിക്കുന്നില്ല. പ്രിയപ്പെട്ട ജോൺസൺ, KK ജോൺസൺ നമ്മളോട് ഇന്ററാക്ട് ചെയ്യും. കഴിഞ്ഞ മീറ്റിംഗ് പോലെ വളരെ ഇന്ററാക്റ്റീവായിട്ടൊരു സെഷൻ ആകണം. ഒരു ലെക്ചർ സെഷൻ അല്ല. ഇതിനേക്കാളപ്പുറമായി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, അത് ദൂരീകരിക്കാം, നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയാം. ആ തരത്തിലൊരു കൂടിവരവായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത മാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും നല്ല ഒരു സന്ധ്യ നേരുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഇനി ആരാകാനാണ് ആഗ്രഹം? കൊച്ചുകുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇനി ആരാകാനാണ് ആഗ്രഹം? ശിശുക്കളെ പോലെ ആകുവാനാണ് ബൈബിൾ പറയുന്നത്. ഇനിയും വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മുൻപിൽ ക്രിസ്തോസ്റ്റം തിരുമേനിയുണ്ട്. 90-ാമത്തെ വയസ്സിൽ വലിയ മെത്രാപ്പോലിത്ത, മാർത്തോമ മെത്രാപ്പോലിത്ത ആയതിനു ശേഷം വലിയ മെത്രാപ്പോലിത്ത ആയ ക്രിസ്തോസ്റ്റം തിരുമേനി 90 മുതൽ 100 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ പേരിലാണ് സഭ പോലും അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചത്. അതുകൊണ്ട് നമ്മുടെ മുൻപിലുള്ളതായ സമയം ഇനിയും വിലപ്പെട്ടത് തന്നെയാണ്. ഞാനും 64 കഴിഞ്ഞ ആളാണ്. അതുകൊണ്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. മനസ്സിന് 4 ചിന്തകളാണുള്ളത്. ഏതൊക്കെയാണെന്ന് പറയാമോ? പ്രധാനമായിട്ടും ചിന്തകൾ 4 പറയാം. ഒന്ന് പോസിറ്റീവ് തിങ്കിങ്, നമുക്കെല്ലാം ഉള്ളതാണ് അല്ലേ? അപ്പൊ വേറൊരു ചിന്തയുണ്ട്. എന്തുവാ? നെഗറ്റീവ് തിങ്കിങ്. മറ്റൊന്ന് നെസസിറ്റി തിങ്കിങ്. അതിന് വേറെ എണ്ണമുണ്ട്. മറ്റൊന്ന് വേസ്റ്റ് തിങ്കിങ്. ഈ 4 ചിന്തകളാണ് മനുഷ്യനുള്ളത്. പോസിറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, നെസസിറ്റി തിങ്കിങ്, വേസ്റ്റ് തിങ്കിങ്. ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. 2 നല്ലതാണ്, 2 നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്, നമുക്ക് ദോഷമുണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറെ കൂടെ മെച്ചപ്പെടുത്തുകയും നെസസിറ്റി തിങ്കിങ്ങിനെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും നമ്മളുള്ളതായ നെഗറ്റീവ് തിങ്കിങ്ങിനെയും അതുപോലെ തന്നെ വേസ്റ്റ് തിങ്കിങ്ങിനെയും വളരെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. എങ്കിലേ നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമാകുവാനായിട്ട് സാധ്യമാകുകയും. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
ദൈവം നമ്മളെ നടത്തിയ നന്മയുടെ കാലഘട്ടമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് തിങ്കിങ്ങും നെസസിറ്റി തിങ്കിങ്ങിലേക്ക് മാറ്റി വേസ്റ്റ് തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും മാറ്റാനായിട്ട് നാം ഇന്നു മുതൽ ശ്രമിച്ചാൽ ഞാൻ മുമ്പേ ആദ്യം ചോദിച്ച ചോദ്യം നമുക്കെനിക്കും ആയിത്തീരാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്ങനെ? ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ദൈവ സൃഷ്ടിയിൽ മനുഷ്യന്റെ ശരീരം ഏതൊക്കെയാണ്? എർത്തുണ്ട്. അത് രൂപപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. അത് ആ രീതിയിൽ തന്നെ ആയിത്തീരാൻ എന്ത് വേണം? നിലനിൽക്കാൻ എന്ത് വേണം? ചൂട് വേണം. അതിനകത്തേക്ക് ദൈവം എന്ത് ഊതി? ജീവശ്വാസം ഊതി. അതിനിടയിലൊരു ഗ്യാപ്പുണ്ട്, അത് ശൂന്യത. അപ്പോ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ് മനുഷ്യ ശരീരം. ഇതെല്ലാം ഉണ്ട്. പഞ്ചഭൂതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇതെല്ലാം മനുഷ്യ ശരീരമുണ്ട്. ദൈവം ഇതെടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ 29-ാം വാക്യത്തിൽ മനുഷ്യന്റെ ഭക്ഷണത്തെ പറ്റി പറയുന്നു. 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ മനുഷ്യന്റെ ഭക്ഷണത്തെ പറ്റി പറയുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ അന്നത്തെ ശരീരഘടന അനുസരിച്ച് മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ? പഴങ്ങളും പച്ചക്കറിയും. പഴങ്ങളിലും പച്ചക്കറിയിലും അധിഷ്ഠിതമായ ഒരു ഭക്ഷണ രീതിയാണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മുടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മനുഷ്യന് മാറ്റം വന്നതനുസരിച്ച് മനുഷ്യന് വേദവസ്തുത്തിൽ പിന്നീടുള്ള ഭാഗങ്ങളെല്ലാം കാണുന്നുണ്ട്. മനുഷ്യൻ നോൺ വെജ് കഴിച്ച് ജീവിക്കുന്നതായ ആ ശീലത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് മനുഷ്യ ശരീരം എന്താണ് എന്നതിനെ പറ്റി ഒരു വ്യക്തത ലഭിക്കുന്നത് നമുക്ക് നല്ലതാണ്. നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണോ ഇഷ്ടം, അതോ ശരീരത്തിന് വേണ്ട ഭക്ഷണം കഴിക്കുന്നതിനാണോ താല്പര്യം? നമ്മുടെയൊക്കെ താല്പര്യം എന്താ? രുചികരമായ ഭക്ഷണം കഴിക്കുന്നതാണ് താല്പര്യം, അല്ലേ? അപ്പൊ ഒരു കാള അതുവഴി പോയാൽ നമുക്കതിനെ തിന്നാൻ തോന്നുമോ? കഴിക്കാൻ തോന്നുമോ? ഇല്ല. പക്ഷെ അത് കഴിക്കാൻ തോന്നുന്നത് എപ്പോഴാ? അതിനകത്ത് ചേർത്ത മസാലയുടെ മണം നമ്മുടെ മൂക്കിൽ വരുമ്പോഴാണ് കഴിക്കാൻ, അല്ലേ? അത് മീറ്റ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് വേണ്ടാത്തതിനെ വേണ്ടതാക്കി മാറ്റിയെടുത്ത് ഉപയോഗിക്കുന്നതായ ഏക ജീവജാലവും മനുഷ്യൻ തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടിയതായ ഭക്ഷണം കഴിക്കുന്നതാണ് ശരീരത്തിന് നല്ലത്. ടേസ്റ്റി ഭക്ഷണം കഴിച്ചാൽ അത് ആരോഗ്യത്തെ പലപ്പോഴും ഹാനികരമായി ബാധിക്കുന്നു എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.